ആഴ്സണലിന്റെ കൈവശമിരുന്ന കിരീടത്തിന്റെ കടിഞ്ഞാണിന്ന് ഇത്തിഹാദിൽ ആകാശ നീലിമയിൽ അങ്ങ് അലിഞ്ഞു ചേർന്നു. പ്രീമിയർ ലീഗിന്റെ നെറുകയിൽ ആർസണൽ ഇപ്പോഴും 3 പോയിന്റിന് മുന്നിലാണെങ്കിലും സിറ്റിയുടെ മുന്നേറ്റം പതറാത്ത പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സമമാണ്. സിറ്റിക്കിനി ഒരു മത്സരം ബാക്കിയുണ്ടെന്നിരിക്കെ ഭാഗ്യം ഇപ്പോൾ ആർസണലിനല്ല, മാഞ്ചസ്റ്ററിന്റെ നീലപ്പടയാണ് കടാക്ഷിക്കുന്നത്. കിരീട പോരാട്ടത്തിൽ മാനസികമായ മുൻതൂക്കം ഇപ്പോൾ സിറ്റിക്കാണെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ 3 സീസണുകളിലും 2ാം സ്ഥാനത്ത് ഒതുങ്ങിപ്പോയ ആർസണലിന് ഈ തോൽവി വലിയൊരു പ്രഹരമാണ്. ലീഗിൽ സിറ്റിക്കെതിരെയുള്ള മോശം റെക്കോർഡ് തിരുത്താൻ മൈക്കൽ ആർട്ടറ്റയുടെ കുട്ടികൾക്ക് ഇത്തവണയും സാധിച്ചിട്ടില്ല. ആൻഫീൽഡിലും എത്തിഹാദിലും വിജയം കണ്ടെത്താൻ കഴിയാത്തത് ആർസണലിന്റെ കിരീടമോഹങ്ങൾക്ക് വിലങ്ങ് തടിയാവുകയാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സിറ്റി ആർസണൽ ഗോൾമുഖങ്ങളെ കടന്നാക്രമിച്ചു. അതിൽ പ്രധാനമായിരുന്നു ഹാളണ്ടിന്റെ ടേക്ക്. ബാറിൽ തട്ടിത്തെറിച്ചതോടെ ലീഡ് ഉയർത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു. എന്നാൽ ആരാധകരെ കാത്തിരുന്നത് അതിനേക്കാൾ 10 മടങ്ങ് മനോഹരമുള്ള ഒന്നായിരുന്നു. അതെ, മിനിറ്റുകൾ 16 പിന്നിട്ടിരിക്കുന്നു. റോഡ്രി സെമീനോയെ ലക്ഷ്യമാക്കി ഒരു ക്രോസിന് ശ്രമിച്ചതാണ്, പക്ഷേ അത് പ്രതിരോധിക്കപ്പെട്ടു. ന്യൂനസിലേക്ക് എത്തിയ പന്ത് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ചെറുക്കിയിലേക്ക് നൽകിയതേ പീരങ്കിപ്പടക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ചെറുക്കിയുടെ സെലിബ്രേഷനാണ് അവർ കണ്ടത്. പ്രതിരോധിക്കാമെന്ന താരങ്ങളെ മെസ്സി ടച്ച് പകർത്തി അനായാസം വെട്ടിയൊഴിഞ്ഞു മാറി വല തുളച്ചതോടെ സിറ്റിയുടെ ആദ്യ ഗോൾ പിറന്നു. ഇത്തിഹാദിന്റെ മണ്ണിൽ ആഹ്ലാദം കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പിഴവ് സംഭവിച്ചത്. ത്രൂബോൾ കാലിലൊതുക്കാൻ ശ്രമിച്ച ഡൊണ്ണാറുമ ഹെവറേറ്റ്സിനെ കബളിപ്പിച്ച് പന്ത് നീട്ടാൻ ശ്രമിച്ചതായിരുന്നു. എന്നാൽ ശരവേഗത്തിൽ കുതിച്ചെത്തിയ ഹെവറേറ്റ്സ് അയാളെ നിരാശയിലേക്ക് വീഴ്ത്തി പീരങ്കിപ്പടയെ ഒപ്പമെത്തിച്ചു. പിന്നീട് തന്റെ പിഴവിനോർത്തുകൊണ്ട് അയാൾ ഒരിരുത്തമിരിക്കുന്നുണ്ട്. ആ സെക്കൻഡുകളിൽ അയാൾ എന്തൊക്കെയോ കരുതി കൂട്ടിയാണ് ഗോൾമുഖത്തേക്ക് എത്തിയതെന്ന് പിന്നീടുള്ള മിനിറ്റുകളിലാണ് കാൽപന്ത് ലോകം തിരിച്ചറിഞ്ഞത്. ആർസണലിന്റെ ഗോൾ ശ്രമങ്ങളെയെല്ലാം അയാൾ പിന്നീട് തടഞ്ഞിടുകയായിരുന്നു. 2ാം പകുതിയിൽ ഇരു ടീമുകളും വിട്ടുകൊടുക്കാതെ പൊരുതിയതോടെ കളി തന്ത്രങ്ങളുടെയും കരുത്തിന്റെയും വേദിയായി പരിണമിച്ചു. ഗബ്രിയേലിന്റെയും എസയുടെയും ശ്രമങ്ങൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചപ്പോൾ ആർസണൽ ആരാധകർ തലയിൽ കൈവച്ചു പോയതാണ്. ഹാളണ്ടിന് വീണ്ടും ഒരിക്കൽ കൂടി പിഴക്കുന്നുണ്ട്. ഇത്രയും നിർണായകമായ നിമിഷത്തിൽ അയാളോട് അരിശം തോന്നാത്തവർ കുറവായിരിക്കും. പക്ഷേ വിജയത്തിന്റെ കിരണങ്ങൾ ഇത്തിഹാദിന്റെ ആകാശ നീലിമയിൽ കലർത്താൻ അയാളെ കാണുമെന്ന് 62ാം മിനിറ്റിൽ ഹാളണ്ട് തെളിയിക്കുന്നുണ്ട്. ഇടത് വിങ്ങിൽ നിന്ന് ഡോക്കു സഹതാരം റെയ്ലിയെ കണ്ടെത്തുന്നു. റെയ്ലിയുടെ നീക്കം കൃത്യമായി ഗണിച്ച് 5 താരങ്ങളെയാണ് പ്രതിരോധത്തിന് തുനിഞ്ഞത്. പക്ഷേ കാര്യമുണ്ടായില്ല. പന്ത് ഹാളണ്ടിന്റെ കാലിലെത്തിയതോടെ ആർട്ടറ്റയുടെ നെഞ്ചു പിടച്ചു എന്നത് സത്യമാണ്. ആ നീളൻ കാലുകൾ ആർസണലിന്റെ കിരീടമോഹങ്ങളും കഴിനീൽ ചാർത്തി വലത്തുളച്ചു. സിറ്റി ഉയർത്തിയ ലീഡ് വെട്ടിപ്പിടിക്കാൻ ആവും വിധം തുനിഞ്ഞെങ്കിലും നിരാശ മാത്രമായിരുന്നു ബാക്കി. ക്ലോക്ക് നിലച്ചപ്പോൾ പീരങ്കിപ്പട ഒരു തരം ഭീതിയിലായിരുന്നു. വീണ്ടും പഠിക്കൽ കലമുടുക്കുമോ എന്ന ഗാന്ധമായ ചിന്തയിൽ ഹാളണ്ടിന് തലകൊണ്ടിടിക്കാൻ ശ്രമിച്ച ഗബ്രിയേലിനെ റെഫറി മഞ്ഞ കാർഡ് നൽകി താക്കീത് ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ അതൊരു ചുവപ്പ് കാർഡ് അർഹിക്കുന്ന കുറ്റമായിരുന്നു എന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ തോൽവി ആർസണലിന് നൽകുന്ന മാനസികാഘാതം ചെറുതൊന്നുമല്ല. കാരണം കഴിഞ്ഞ 3 സീസണുകളിലും അവർക്ക് കിരീടം നഷ്ടമായത് ഇതേ രീതിയിലുള്ള വഴുതിപ്പോക്കലുകൾ കൊണ്ടാണ്. ഏപ്രിൽ മാസം ആർട്ടറ്റക്കും സംഘത്തിനും ഒരു നിരാശ ശാപമായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് പെപ് ഗാർഡിയോളയുടെ തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി ഫലം കണ്ടിരിക്കുന്നു. കിരീട പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ കൂടുതൽ അപകടകാരികളാകുന്ന സിറ്റി അടുത്ത മത്സരത്തിൽ വിജയിക്കാനായാൽ പോയിന്റ് പട്ടികയിൽ 1ാമതെത്തുമെന്ന് ഉറപ്പ് തന്നെയാണ്. ആർസണലിന്റെ മധ്യനിരയിൽ മാർട്ടിൻ ഒഡേഗാർഡും സുബിമെൻഡിയും തനത് രൂപം പുറത്തെടുത്തെങ്കിലും സിറ്റിയുടെ മുന്നേറ്റങ്ങളെ തടയാനുള്ള സർഗാത്മകത അവർക്ക് നഷ്ടമായി. റിസ്ക് എടുക്കാനുള്ള മടി കിരീട പോരാട്ടത്തിൽ ആർസണലിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകമായി മാറുന്നു. ഡൊണ്ണാറുമ വരുത്തിയ പിഴവ് സിറ്റിയെ പിടിച്ചുകുലുക്കിയെങ്കിലും പിന്നീട് താരം നടത്തിയ രക്ഷപ്പെടുത്തലുകൾ സിറ്റിയുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തു. പറയാതെ പിടിച്ചു നിൽക്കാനുള്ള സിറ്റിയുടെ ഈ മനോഭാവമാണ് അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ രഹസ്യം. ആർസണലിന്റെ കിരീടമോഹങ്ങൾക്ക് മേൽ ഇതാ വീണ്ടും കരിനിഴൽ വീണിരിക്കുന്നു. 2015 മുതൽ സിറ്റിയുടെ തട്ടകത്തിൽ വിജയം കണ്ടെത്താനാകാത്ത ഗണ്ണേഴ്സിന്റെ ചരിത്രം ഇത്തവണയും ആവർത്തിച്ചു എന്നത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്നു. ഇനി വരുന്ന 5 മത്സരങ്ങൾ ആർസണലിന് ജീവൻ മരണ പോരാട്ടമാണ്. എന്നാൽ കിരീടത്തിന്റെ കടിഞ്ഞാൺ ഇപ്പോൾ ഗാർഡിയോളയുടെ കരങ്ങളിലാണ്. തന്ത്രങ്ങളുടെ ശൈലിയും ആധിപത്യവും തെളിയിച്ച സിറ്റി ഇംഗ്ലീഷ് ഫുട്ബോളിലെ രാജാക്കന്മാരായി തുടരാനുള്ള ഒരുക്കത്തിലാണ്. ആ മോഹങ്ങളെ കെടുത്താൻ പീരങ്കിപ്പടക്കാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.